കലാരാജു എന്ന് പറയുന്ന മഹതിക്ക്, കേട്ടല്ലോ, കലാരാജു എന്ന് പറയുന്ന മഹതിക്ക് ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ശക്തമായ നടപടി തന്നെ പോലീസ് സ്വീകരിച്ചു പോകും. അതിൻ്റെ ഭാഗമായി മറ്റാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല. കലാരാജുവിന് എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണിത്. ശരിയാണ്, ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അതായത് പോലീസ് ശക്തമായ നടപടിയെടുക്കും, ആ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട എന്ന്. പക്ഷേ അതിൻ്റെ മുൻനിരയായിട്ട് വന്നിരിക്കുന്ന പ്രയോഗം എന്താണ്? കലാരാജു എന്ന മഹതി. എന്താ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് ശ്രീ ചെക്കുട്ടി? അല്ല, യഥാർത്ഥത്തിൽ കലാരാജു മാത്രമല്ല, കേരളത്തിൽ സാധാരണ നിലയിൽ പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന, നമ്മളൊരു പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കക്ഷിയുടെയോ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ചാഞ്ചാടാനും ചരിഞ്ഞാടാനും നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശം, മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം വളരെ വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാറ്റാനുള്ള അവകാശമുണ്ട്. ആ നിലപാടുകൾ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ചിലപ്പോൾ അങ്ങോട്ട് മാറിയെന്ന് വരും, നിലപാടുകൾ മാറ്റിയെന്ന് വരും. പക്ഷേ അവരെ കൈകാര്യം ചെയ്ത രീതി, ആ കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട്, അവരെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള വളരെ പുച്ഛത്തോടു കൂടിയുള്ള ആ അഭിപ്രായം, ഇതെല്ലാം കേരളീയ സമൂഹത്തോട് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്കും വിഹിതങ്ങൾക്കും എതിരായിട്ടൊരു നിലപാടെടുത്താൽ അവരെ പൊതുസമൂഹത്തിൽ വെച്ച് പരസ്യമായിട്ട് കൈകാര്യം ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോലീസ് നിശബ്ദരായിട്ട് നിസ്സഹായരായി നോക്കി നിൽക്കും, പോലീസിൻ്റെ കൈ കെട്ടിയിടും. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വളരെ പരസ്യമായിട്ട് പറഞ്ഞു. കേസും കൂട്ടമൊക്കെ നടക്കട്ടെ, കേസിൻ്റെ വഴിക്ക് പോകും. എല്ലാ കേസുകളും ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ, എല്ലാ കേസുകളും ഇങ്ങനെ അപ്രത്യക്ഷമാക്കുന്നതിൽ, നശിപ്പിച്ച് കളയുന്നതിൽ ഏറ്റവും എക്സ്പെർട്ടീസുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത് കേരളത്തിലെ സാധാരണ പൊതുജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പൊതുജീവിതത്തിലേക്ക് പെൺകുട്ടികൾ പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടാക്കുന്ന സന്ദേശം, ഇത് നൽകുന്ന സന്ദേശം വളരെ ആപത്താണ്. CPM അടക്കമുള്ള പാർട്ടികൾ, CPM സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയിലേക്ക് പെൺകുട്ടികൾ വരുന്നുണ്ട്. ഈ പെൺകുട്ടികളെ ആ പാർട്ടിയിലേക്ക് അയക്കുന്ന ആളുകൾ, ആ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ, അവര് ഇതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് എനിക്ക് പറയാം. നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ ആ ചർച്ചയിൽ കക്ഷി നേതാവ് എന്ന നിലയിൽ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ ഇതിന്റെ തുടക്കത്തിൽ കേൾപ്പിച്ചതാണല്ലോ. അതിൽ ആ പറയുന്ന വാചകം പ്രധാനമാണ്. ഒരു CPM കൗൺസിലർക്കാണ് ഇത് പറ്റിയത്, നാളെ നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് വീണയെ അടക്കം നോക്കിക്കൊണ്ട്, ട്രഷറി ബെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് എന്താ, കൂറുമാറ്റത്തിന് അവരാരെങ്കിലും നിൽക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവചന സ്വഭാവത്തിലുള്ളതല്ല. നിങ്ങൾ സ്ത്രീയാണ് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ആപത്ത് നിറഞ്ഞ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്.